താനിശ്ശേരി ബാബുക്ക്. ഇരുന്ന് കൊടുത്താൽ മതി. കളരിവാതിക്കലിന്റെ തുടക്കം കലശം നിറയ്ക്കലാണ്. തിരുമുടിയാണ് അല്ല, അങ്ങനെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്നതിൽ ഇടവ സംക്രമം കുടിയിൽ വെക്കുന്നതോടുകൂടി കളിയാട്ടത്തിൻ്റെ ചടങ്ങ് തുടങ്ങും. ഇടവ സംക്രമം കുടിയിൽ വെക്കുക തുടങ്ങുന്നുണ്ട്. അതിനുശേഷം ഇടവം 10 തെയ്യം കുറിക്കുക. ഇടവം 10 തെയ്യം കുറിക്കും അല്ലേ? പിന്നെ അത് തക്കുറിയെല്ലാം അടിയിൽ ഇത് ഡേറ്റ് കാണില്ല. അതെ അല്ലേ? പ്രശ്നം കണ്ടിട്ട് ഡേറ്റ്. അതെ അല്ലേ? നിങ്ങളിത് 2ാമത്തെ തവണയല്ലേ തിരുമുടി? അല്ല, തിരുമുടി കെട്ടുന്നത് ഞാൻ 18 വർഷം. 18 വർഷമായി അല്ലേ? ഞാൻ കഴിഞ്ഞ തവണ 2006 വർഷമായി കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം. അതിന് വേറെ പ്രത്യേകത, ഈ കളരിവാതിക്കലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ പഴയുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ പറഞ്ഞാൽ ഈ ശരിക്കും നമ്മുടെ ഈ കളിയാട്ടം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ കളിയാട്ടത്തിൻ്റെ ഈ തിരുവായുധം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഓരോ വർഷം പുതിയ തിരുവായുധം, ഓരോ വർഷവും പുതിയ തിരുവായുധമായിരുന്നു. അതിൻ്റെ തിരുവായുധങ്ങൾ അവിടെ അത് ശരി കയ്യിൽ കൊടുത്തിട്ട്. അതെ അല്ലേ? ഒരു വർഷം പിന്നെ ഉപയോഗിച്ച തിരുവായുധം പിന്നെ ഉപയോഗിക്കും ഒന്നും. അത് ഈ മുടിയായാലും ഓരോ വർഷം പുതിയ മുടിയാണ്. അങ്ങനെ. അതെ. അതുപോലെ തന്നെ വേറെ ചടങ്ങുകളിൽ ഇവിടെ ഈ നമ്മുടെ മുത്താനശ്ശേരി എന്ന ആചാരം പഴയ ഭഗവതിനെ തിരുവിടി വെക്കുന്നത് അവർക്ക് മാത്രമുള്ള ആചാരം. നിലവിൽ ഞാനിപ്പം ചെയ്യുന്നു മുത്താനശ്ശേരി. പിന്നെ നമ്മളിത് മുത്താനശ്ശേരി എന്നുള്ളത് കച്ചഞ്ചേരിയാണ്. പിന്നെ വേറെ പ്രത്യേകത ഈ 12 വർഷം അത് ഇവിടെ മാത്രമേ കടരാൽ ഭഗവതിൻ്റെ തിരുമുടി 12 വർഷം തുടർച്ചയായി വെച്ചാൽ ഈ ഭഗവതിൻ്റെ ഒരു കാളിവാൾ തിരുവായിരുന്നു. കാളിവാൾ അത് ഈ തിരുമുടി ധരിക്കുന്നവർക്ക് അവകാശപ്പെട്ടു. ഞാൻ ഈ ഒരു പ്രാവശ്യം വാങ്ങി. അത് ശരിയാ. അത് 2006 മുതൽ ചെയ്തതാണ്. അത് 12 വർഷം കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഈ കടരാൽ ഭഗവതി ക്ഷേത്രത്തിലുള്ള ഒരു ഇതാണ്. കടരാൽ ഭഗവതിൻ്റെ തിരുമുടിക്കാർക്ക് അവർക്ക് ഇത് മാത്രമാണ്. എല്ലാവരും അങ്ങനെയില്ല. ഒരു 12 വർഷം കൂടുമ്പോൾ എന്നാലും ഒരു വ്യാഴവട്ടം തുടർച്ചയായിട്ട് 12 വർഷം തിരുമുടി വെച്ചാൽ ഈ നമ്മൾ ഇതിന് കാളിവാൾ എന്ന് പറയും. കാളി തന്നെ കാളിയാണ്. കാളി തന്നെ ഇപ്പം അവിടെ കാളിയെ സങ്കല്പിക്കും. ആ കാളിയുടെ വാള് എനിക്ക് 12 വർഷം തിരുമുടി വെച്ചിട്ട് ഞാൻ ഉപയോഗിച്ചത്. അതൊരു ഭാഗ്യമല്ലേ അല്ലേ? അല്ല, അതാണ് ഇവിടെ. അതിന് പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത അതാണ്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ഇല്ല അല്ലേ? തിരുവായുധം അതേപോലെ തന്നെ പുതിയ തിരുവായുധം ആക്കുമെന്നുള്ളതും അതേപോലെ തന്നെ ഈ തിരുമുടി കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുണ്ട്. അതിൻ്റെ ചടങ്ങെന്നാൽ ഈ തിരുവായുധം എന്നാൽ ഈ സാധാരണ ക്ഷേത്രങ്ങളിൽ തിരുവായുധം അന്നെ തിരുമുടി കഴിക്കുന്നതിന് മുമ്പേ ക്ഷേത്രത്തിൽ ഇവിടെ അതില്ല. ആ തിരുവായുധം നമ്മൾ അന്ന് തിരുമുടി കഴിഞ്ഞാൽ നമ്മളത് അവിടെ അവിടെ നമ്മൾ സാധനം നമ്മളവിടെ കിട്ടുന്ന സാധനം ചിരികറ വെച്ചത്. അത് ശരി. അവിടെ നമ്മൾ നമ്മളവിടെ ഈ തിരുവായുധം അന്ന് അവിടെ വെക്കും. പിന്നെ ഈ കഴിഞ്ഞാകുമ്പോൾ തിരുവായുധം ക്ഷേത്രത്തിൽ കൊടുക്കില്ല. അവിടെ വെച്ച് പിറ്റേന്ന് നമ്മൾ ചുറ്റി കെട്ടിയിട്ട് തിരുവായുധം അവിടെ ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിട്ട് അതോടുകൂടി ചുറ്റുംകൊട്ടോടുകൂടി നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ കൊട്ടിലേക്ക് നമ്മൾ ചുറ്റുംകൊട്ട വെച്ച് വൈകുന്നേരം വീട്ടിലുള്ളത് കർമ്മവും ചെയ്യണം. പുറത്ത് ഒഴിയോറോ അങ്ങനത്തെ ഉള്ളിൽ ശക്തിയോടെ ചെയ്യണം. അതിനുശേഷം നമ്മളെ ഈ വ്രതം മുറിയുന്നു. അതുവരെ ഇത്രയും ദിവസം ഇടവ സംക്രമം മുതൽ കളിയാട്ടം ചെയ്യുന്നവർ അതിലേക്ക് ആ വ്രതത്തിലാണ് നിൽക്കണം. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അത് എന്നാൽ
നമ്മൾ സംക്രമം കൊടിയിൽ വെച്ച് ശേഷം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും ഇതിനും ആ ഒരു പ്രത്യേക ഇതിൽ നിൽക്കണം. അങ്ങനെയുള്ള ഒരു എല്ലാം ചടങ്ങ് അതിൽ ഇതിൻ്റെ ഭാഗമാണ്. ഈ തിരുമുടി കെട്ടുന്ന ഇതുണ്ടല്ലോ, അതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കൈമറിഞ്ഞ് വരുന്നത്? എങ്ങനെയായിട്ട് പാരമ്പര്യമായിട്ടാണോ? അതങ്ങനെയാവാം. കാരണം ഇപ്പോൾ ഒരു അടിയന്തര കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ തറവാട്ടിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതിപ്പോൾ തൽക്കാലം ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത നിറവേറ്റാൻ പുറത്തുനിന്നുള്ളവർക്ക് നമ്മൾ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല. ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്തിട്ട് പോകാം. പക്ഷേ അതല്ല, ഈ അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഇത് കഴിഞ്ഞ് പിറ്റേന്ന് പിന്നെ വീട്ടിലുള്ള കർമ്മങ്ങളും കൂടെ ചെയ്യണം. ശക്തികർമ്മം ചെയ്യണം. അതാണ് നമ്മൾ ഈ തിരുമുടി ധരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ ഇല്ല അല്ലേ? കാളി സങ്കല്പം, അതായത് 8 കയ്യോടുകൂടിയുള്ള ഭദ്രകാളി സങ്കല്പം. എല്ലാം കാളി സങ്കല്പം. അല്ല, അങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ ഇത് ഈ ക്ഷേത്രം അതേപോലെ തന്നെ അതിൽ പഴയ ഇതിലുള്ള ആചാരം ഈ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ചെയ്തു വരുന്നത് തന്നെ. നമ്മളിപ്പം ചെയ്തു വരുന്നത് നമ്മളെ പൂർവികന്മാർ ചെയ്തു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പം നമ്മൾ വേറൊന്നും കൂടെ ഈ തിരുമുടിയിൽ തലേന്ന് ഇന്നലെ നമ്മൾ മുടി കെട്ടി തീർന്നിട്ടാകുമ്പോൾ നിങ്ങൾ ഇന്നലെ വന്നിട്ടില്ലേ? ഞാൻ കണ്ടു. ഇത് ഈ ചടങ്ങിൽ എല്ലാവിടെ അല്ലേ ഈ നമ്മൾ തിരുമുടി വെച്ചിട്ട് കെട്ടിയിട്ടാകുമ്പോൾ ആക്കം നോക്കുമെന്നുള്ളതാണ്. ആക്കം നോക്കുക അതിന് നമ്മൾ മുടീൻ്റെ ഇതിപ്പോൾ നിങ്ങളാണോ ഇത് മുടി ചേർക്കും? എത്ര കൊല്ലായി? ഞാൻ 18 വർഷമായി കഴിഞ്ഞു. 18 വർഷം തുടർച്ചയായി 19 വർഷമായി. 2006 അല്ല, നിങ്ങൾ എത്രാമത്തെ വയസ്സിൽ? 2006 തിരുമുടി വെച്ച് 2006. പിന്നെ അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് ശേഷം തിരുമുടി വെക്കേണ്ടത് ആരായിരിക്കും? നിങ്ങളുടെ മകൻ? ഇപ്പം അത് നമ്മളിപ്പം അല്ല, മകനാണെന്നോ അവകാശം? മൂത്ത മകൻ? അല്ല, അതിപ്പോൾ നമ്മളിതിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. അപ്പം അതിലേക്ക് നമ്മൾ ഇത് നിങ്ങൾ തലമുറയായിട്ട് വരുന്നതാണ്. നമ്മൾ ഇത് നിങ്ങളെ കാലശേഷം നിങ്ങളെ മരുമക്കളായതോ അല്ല മക്കളായതോ? അത് നമുക്ക് പിന്നെ അതിപ്പോൾ നമുക്കത് നമ്മളത് അതിലേക്ക് ഞാൻ വടക്ക് വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയില്ല. ഈ ക്ഷേത്രത്തിൽ ചേട്ടാ ഈ പെരുങ്കളേട്ടത്തിന് ശേഷം ദൈനംദിന പൂജാകർമ്മങ്ങളും കാര്യങ്ങളും പൂജാകർമ്മം ഉണ്ട്. വെള്ളി എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ വെള്ളി പ്രധാന ദിവസം എല്ലാ ദിവസവും നമ്മൾ പഴയ സംസ്കാരങ്ങളാണ്. ഇന്നലെ ഈ ആക്കം നോക്കുകയെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞില്ല. ആക്കം നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ തിരുമുടിൻ്റെ ശരിക്കും ഈ ആശാരി ആരുടെ രാമവരും നമ്മുടെ അച്ഛനാണ് നമുക്ക് വെച്ചത്. അച്ഛൻ ശേഷം ഞാൻ കുടുംബക്ഷേത്രം കുടുംബ ഇല്ലം അല്ലായിട്ടുള്ളത് ഇതാക്കുമല്ലേ? പിന്നെ ഈ ആക്കം നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ നമ്മൾ ആശാരി അവരുടെ അടുത്തേക്ക് പോകണം. എന്തിനാണെങ്കിൽ ഇന്ന് ഈ അവരെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കും. അവരെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു വെള്ളം കൊണ്ട് വാങ്ങിയിട്ട് നമ്മൾ അവരുടെ കുട്ടിലേക്ക് എടുത്തിട്ട് ആ മുണ്ട് നമ്മളെ കുട്ടിലേക്ക് വന്നിട്ട് മാറ്റും. ആ വെള്ളമുണ്ട്, കോടിമുണ്ട്, അത് ഈ മുടീൻ്റെ പണി ചെയ്ത ആശാരി അവർക്കാണ്. അതല്ല, ആശാരി നമുക്ക് തരണം. അത് ചടങ്ങാണ്. കാരണം അത് നമുക്ക് വാങ്ങാൻ കിട്ടാത്തതെന്നല്ല. പക്ഷേ അതാണ് നമ്മൾ പഴയ ഒരു ചടങ്ങ്. അതാണ് നമ്മൾ പിറ്റേ കൽസനരക്ക് കണ്ടു കൽസനരക്ക് വെള്ളം എടുത്തില്ല. ആ വെള്ളം നമ്മൾ അങ്ങനെയാണല്ലേ? അത് അവർ തരുന്നത്. അതാണ് നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗം. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ ഈ കുടുംബമായിട്ടുള്ളത് മക്കളും മരുമക്കളായിട്ട് കുടുംബമായിട്ടുള്ളത് തറവാടാണോ? അല്ല ഒരേ